നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 5ാം ഘട്ടവും കടന്നുപോയിരിക്കുന്നു. ഏറെ നിർണായകമാകുന്ന ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷത്തിന്റെ പ്രാതിനിധ്യം ഉറപ്പാക്കാൻ എത്ര മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ള ചർച്ചയാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളിൽ ഇടം പിടിക്കുന്നത്. തങ്ങൾ ന്യൂനപക്ഷത്തിനൊപ്പമാണ്, ന്യൂനപക്ഷത്തിന്റെ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്താൻ തങ്ങൾ മാത്രമേ ഇന്ത്യയിലുള്ളൂ എന്നൊക്കെ പറയുന്ന മതേതരത്വത്തിന്റെ ലേബൽ അണിയുന്ന രാഷ്ട്രീയ പാർട്ടികൾ അവരോട് എത്രത്തോളം ആത്മാർത്ഥത പുലർത്തുന്നുണ്ട് എന്ന് കണക്കുകൾ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ന്യൂനപക്ഷ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുന്നതിൽ നിന്നും മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളൊക്കെ പിന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് ഈ കണക്കുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 118 മുസ്ലിം സ്ഥാനാർത്ഥികളെയാണ് മുഖ്യധാര പാർട്ടികൾ മത്സരത്തിനിറക്കിയത്. എന്നാൽ ഇത്തവണ ഇത് വെറും 78 ചുരുങ്ങിയിട്ടുണ്ട്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മായാവതിയുടെ BSP ആണ് ഏറ്റവും കൂടുതൽ മുസ്ലിം സ്ഥാനാർത്ഥികളെ മത്സരത്തിനിറക്കിയിരിക്കുന്നത്. 35 പേരാണ് BSPയുടേതായി മത്സരരംഗത്തുണ്ടായിരുന്നത്. ഇതിൽ 17 പേരും ഉത്തർപ്രദേശിലാണ് മത്സരിച്ചത്. 4 പേർ മധ്യപ്രദേശിലും മത്സരിക്കുന്നുണ്ട്. ബീഹാർ, ദില്ലി, ഉത്തരാഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിൽ 3 വീതം മുസ്ലിം സ്ഥാനാർത്ഥികളെ BSP മത്സരിപ്പിക്കുന്നുണ്ട്. രാജസ്ഥാൻ, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ, ജാർഖണ്ഡ്, തെലങ്കാന, ഗുജറാത്ത് സംസ്ഥാനങ്ങളിൽ ഓരോ മുസ്ലിം സ്ഥാനാർത്ഥികളെയും BSP രംഗത്തിറക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BSP ആകെ 39 സ്ഥാനാർത്ഥികളെയാണ് നിർത്തിയത്. ഇതിൽ 3 പേർ വിജയിച്ച് കയറിയിരുന്നു. ഇത്തവണ UPയിൽ BSP 17 മുസ്ലിം സ്ഥാനാർത്ഥികളെ ഇറക്കിയിട്ടുണ്ട് എങ്കിൽ SP-യുമായി സഖ്യമുണ്ടാക്കി മത്സരിച്ച കഴിഞ്ഞ തവണ ഇത് വെറും 6 മാത്രമായിരുന്നു. കോൺഗ്രസ് ആവട്ടെ ഇത്തവണ 19 മുസ്ലിം സ്ഥാനാർത്ഥികളെയാണ് മത്സരരംഗത്തിറക്കിയിരിക്കുന്നത്. പശ്ചിമ ബംഗാളിലാണ് ന്യൂനപക്ഷ വോട്ടുകൾ ഏറെ നിർണായകമാകുന്ന പശ്ചിമ ബംഗാൾ തന്നെയാണ് കോൺഗ്രസ് ഏറ്റവും അധികം മുസ്ലിം സ്ഥാനാർത്ഥികളെ കളത്തിലിറക്കിയിരിക്കുന്നത്. 6 പേരാണ് പാർട്ടി ടിക്കറ്റിൽ ജനവിധി തേടുന്നത്. ആന്ധ്ര, അസം, ബീഹാർ, UP എന്നിവിടങ്ങളിൽ 2 വീതം സ്ഥാനാർത്ഥികളെയാണ് കോൺഗ്രസ് പാർട്ടി മത്സരരംഗത്ത് ഇറക്കിയിരിക്കുന്നത്. 2019 ഇടതുപക്ഷ പാർട്ടികൾ 13 മുസ്ലിം സ്ഥാനാർത്ഥികളെയാണ് രംഗത്തിറക്കിയത്. ഇതിൽ 7 ബംഗാളിലായിരുന്നു. ലക്ഷദ്വീപിലും കേരളത്തിലും ഓരോ സ്ഥാനാർത്ഥികളെ മത്സരരംഗത്തിറക്കി. ഇതിൽ ആലപ്പുഴയിൽ നിന്നും A. മാരിഫ് മാത്രമാണ് വിജയിച്ച് പാർലമെന്റിന്റെ പടി കയറിയത്. 2014 ഇടതു പാർട്ടികൾ 17 ന്യൂനപക്ഷ സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ടായിരുന്നു. ഇതിൽ 2 പേർ മാത്രമാണ് വിജയിച്ചത്. ഇത്തവണ ഇടത് പാർട്ടികളിൽ CPM മാത്രമാണ് മുസ്ലിം സ്ഥാനാർത്ഥികളെ നിർത്തിയിരിക്കുന്നത്. 10ൽ 5 പേർ ബംഗാളിൽ നിന്നാണ് ജനവിധി തേടിയിരിക്കുന്നത്. 4 പേർ കേരളത്തിൽ നിന്നും, ഒരാൾ തെലങ്കാനയിൽ നിന്നുമാണ് CPM-ന് വേണ്ടി മത്സരരംഗത്ത് ഇറങ്ങിയിരിക്കുന്നത്. UPയിലാണ് ഏറ്റവും അധികം മുസ്ലിം സ്ഥാനാർത്ഥികൾ മത്സരരംഗത്തുള്ളത്. 22 പേരാണ് ഇവിടെ ജനവിധി തേടുന്നത്. ബംഗാളിൽ 17, ബീഹാറിൽ 7, കേരളത്തിൽ 6, മധ്യപ്രദേശിൽ 4, അസമിൽ 3 മുസ്ലിം സ്ഥാനാർത്ഥികൾ മത്സരരംഗത്തുണ്ട്. അങ്ങനെ കഴിഞ്ഞ വർഷത്തെ കണക്കുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ, പ്രത്യേകിച്ചും ന്യൂനപക്ഷത്തിന് വേണ്ടി നിലനിൽക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ഇടതുപക്ഷവും കോൺഗ്രസും ഉൾപ്പെടെയുള്ള പാർട്ടികൾ മുസ്ലിം സ്ഥാനാർത്ഥികളുടെ എണ്ണം കുറച്ചുകൊണ്ടുവരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതേസമയം BSP ആവട്ടെ മുസ്ലിം സ്ഥാനാർത്ഥികളുടെ എണ്ണം ഗണ്യമായി തന്നെ ഉയർത്തുന്ന ഒരു കാഴ്ച കൂടിയുണ്ട്. നിലവിൽ എന്തായാലും ഇത് ദേശീയ തലത്തിൽ വലിയ ചർച്ചയാണ്. ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി ഘോരം പ്രസംഗിക്കുന്ന മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ എന്തുകൊണ്ട് അവർക്ക് സ്ഥാനാർത്ഥിത്വം നൽകുന്നില്ല, അവർക്ക് സീറ്റ് നൽകുന്നില്ല എന്നുള്ള ചോദ്യം തന്നെയാണ് ഉയർന്നു വരുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.